കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആറാട്ട് എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞു. വിയൂർ വിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിനെത്തിച്ച പാക്കത്ത് ശ്രീകുട്ടൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ആന പാപ്പാൻ വൈക്കം സ്വദേശി സുമേഷിന് പരിക്കേറ്റു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആന ഇടയുന്ന ദൃശ്യങ്ങളൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അല്ലേ? നമുക്ക് തന്നെ ടെൻഷൻ ഉണ്ടാവും. ഇതിനകത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളിപ്പോൾ മുൻകാലങ്ങളിലൊക്കെ കരടി നാട്ടിലേക്ക് വരുന്നതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയായി തുടങ്ങി, വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മൾ കരടിയുടെ ദൃശ്യങ്ങൾ കണ്ടതേ CCTV ആണല്ലോ. അപ്പോൾ CCTV ഇല്ലാത്തൊരു ഇടവില്ല. അപ്പോൾ CCTV എന്ന് പറയുന്ന വിഷ്വൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഒരു മീഡിയത്തിന് പറ്റിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറായി അത് മാറിയിട്ടുണ്ട്. ഒരു CCTV ഇല്ലാതെ ഒരു ദിവസം പോലും വിഷ്വൽ മീഡിയ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? എന്തെങ്കിലുമൊക്കെ വാർത്തകളിൽ CCTV. അതുപോലെ ഇതെല്ലാം മൊബൈൽ ഫോണാണ്. ആന സാധാരണ ഇടയുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന കാര്യമല്ലേ അല്ലേ? ചൂട് പ്രശ്നങ്ങളൊക്കെ മണിക്കൂറുകളോളം ആനയ്ക്ക് ഉത്സവങ്ങളില്ല. ഇപ്പം ആനയെ അധികം കിട്ടാനില്ല ഉത്സവത്തിന്. അപ്പോൾ ആനയ്ക്ക് പണി കൂടി. ആനയെ നമുക്കിപ്പോൾ പുതിയൊരു ആനയെ നമുക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ. നിലവിലുള്ള ഉടമയിൽ നിന്ന് നമുക്ക് ലൈസൻസ് മാറ്റാനേ സാധിക്കുള്ളൂ. രഞ്ജിത്ത് VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇത് പിന്നീട് തളച്ചു. അതെ, രാത്രി 12 മണിയോടുകൂടിയാണ് ഈ ആന ഇടയുന്നത്. ആറാട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്താണ് പാക്കത്ത് ശ്രീകുട്ടൻ ഇടയുന്നത്. ഈ പാക്കത്ത് ശ്രീകുട്ടൻ വളരെ ഫേമസ് ആയ ഒരു ആനയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 23-ാം തീയതി കുന്നംകുളത്ത് കല്ലഴിപ്പൂരത്തിനും ഇതേ പാക്കത്ത് ശ്രീകുട്ടൻ ഇടഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരത്തിനൊക്കെ എഴുന്നള്ളിക്കുന്ന ആനയാണ്. അപ്പോൾ അത്ര പ്രസിദ്ധനായ തലയെടുപ്പുള്ള കൊമ്പനാണ്. പക്ഷേ ഇന്നലെ രാത്രി ഈ കൊയിലാണ്ടി വിയൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആറാട്ട് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഇടഞ്ഞത്. അതിൻ്റെ പാപ്പാന് പരിക്കുണ്ട്. കോട്ടയത്ത് വൈക്കം സ്വദേശിയായ സുമേഷാണ് അതിൻ്റെ പാപ്പാൻ ഈ ആനയെ മെരിക്കാൻ അല്ലെങ്കിൽ ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പാപ്പാന് പരിക്കേറ്റിട്ടുണ്ട്. പാപ്പാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പാപ്പാൻ്റെ പരിക്ക് ഗുരുതരമാണ്. പക്ഷേ ഇപ്പോൾ വലിയ ആശങ്കപ്പെടുന്ന രീതിയിലൊന്നും ഇല്ല. പാപ്പാൻ്റെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്ന് മാത്രം. ഏതായാലും ഇന്നലെ രാത്രിയോടെ തന്നെ പാക്കത്ത് ശ്രീകുട്ടനെ തളയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.